بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടക്കാരിൽ, അവിടുത്തെ റുഫഖായിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ പിറവി കൊണ്ട് വളരെ സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ പരിശുദ്ധ റബീഉൽ മാസം നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള സത്യവിശ്വാസികൾക്ക് ആവേശവും പ്രേരണയും പ്രചോദനവുമാണ് റബീഇന്റെ പ്രവാചക പ്രണയത്തിൻ്റെ ഈ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ്. യഥേഷ്ടം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നബി കീർത്തനങ്ങളും അവിടുത്തെ അപദാനങ്ങൾ, വാഴ്ത്തലുകളും പുകഴ്ത്തലുകളും സമയഭേദമന്യേ എമ്പാടും നടക്കുന്നുണ്ട്. വിശിഷ്യ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അത് കുറച്ച് കൂടുതൽ ശ്രദ്ധയോടുകൂടെ ലോക മുസ്ലിമീങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, സമീപകാലം മുതൽക്ക് ഇസ്ലാമിൽ ചില പരിഷ്കൃത ചിന്തകൾ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മനഃപൂർവ്വം തിരികെ കയറ്റുമ്പോൾ ദീനിന്റെ പൈതൃക സ്വഭാവത്തിൽ നിന്നും അറിയാതെ അവർ വ്യതിചലിച്ചു പോകുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ആനുകാലികമായി ചിലർ വശംവദരായി പോകുന്നുണ്ട് എന്നൊരു സത്യമുണ്ട്. നഷ്ടങ്ങൾ സ്വമേധയാ വഹിക്കേണ്ടതാണ്. എന്നാലും സാന്ദർഭികമായ ചില ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി നബി കീർത്തനങ്ങളുടെ പ്രാമാണികമായ ബന്ധം എന്ത് എന്നതിനെക്കുറിച്ച് പറയൽ അനിവാര്യമെന്ന് തോന്നിയതുകൊണ്ട് ബൃഹത്തായ ഒരു ചർച്ചയുടെ ഓരത്ത് നിന്നുകൊണ്ട് ചില വാതായനങ്ങൾ തുറക്കലാണ് ഹ്രസ്വമായ സമയത്തിൽ ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മൗലൂദ് എന്ന് പറയാറുണ്ട് സാധാരണ, അല്ലെങ്കിൽ മൗലിദ് എന്ന് പറയാറുണ്ട്. രണ്ടും ഒരേ അടിസ്ഥാനത്തിലുള്ള രണ്ട് പ്രയോഗങ്ങളാണ്. ലക്ഷ്യം ഒന്ന് തന്നെയാണ്. മൗലൂദ് എന്ന് പറഞ്ഞാലും മൗലിദ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതിനർത്ഥം ജനിച്ച സ്ഥലം, ജനിച്ച സമയം എന്നാണ്. ഒരു മഹാന്റെ ജനനവുമായി ബന്ധം സത്യവിശ്വാസിക്ക് ഉണ്ട് എന്നതാ ഖുർആൻ പറഞ്ഞത്. ഒരു മഹാന്റെ ജനനം സമയത്തിലും സ്ഥലത്തിലും അത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, ഹദീസ് പറഞ്ഞു എന്ന് ഞാൻ വെറുതെ പറയല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മഹാനായ സയ്യിദന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറവിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. യഹ്യ നബിയുടെ പിറവിയെക്കുറിച്ച് ഖുർആൻ പറയുന്നു. ആ പറയുന്നിടത്തൊക്കെ സലാമുൻ അലൈഹി യൗമ വുലിദ വ യൗമ യമൂതു വ യൗമ യുബഅസു ഹയ്യാ എന്ന സൂറത്ത് മറിയമിന്റെ ആയത്തുകളിൽ കാണാം. ആ മഹാൻ ജനിച്ച സമയം അള്ളാഹുവിന്റെ ആശീർവാദത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ വിതറുകയാണ്, വാരി വിതറുകയാണ് റബ്ബിന്റെ വചനങ്ങൾ. ആ മഹാൻ ജനിച്ച സമയം, അവിടുന്ന് വഫാത്താകുന്ന സമയം, ആ ദിവസം, അതിൽ അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനാ ധ്വനി കൊണ്ട് അവരെ അള്ളാഹു അനുഗ്രഹിക്കുകയും സമൂഹത്തിന്റെ മുന്നിൽ അംഗീകാരം അറിയിക്കുകയും ചെയ്യാണ്. ഇത് ഖുർആനിൽ പല പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. ഓരോ നബിമാരുടെയും ജനനത്തെക്കുറിച്ച് പ്രാധാന്യമുള്ള പ്രയോഗങ്ങളിലൂടെയും വ്യത്യസ്തമായ അവതരണത്തിലൂടെയും ഖുർആൻ നമ്മുടെ മുന്നിൽ അവരെ പ്രത്യേകവൽക്കരിക്കുന്നത് അവർക്ക് ആ ജനന നേരത്ത് ഉണ്ടായ അള്ളാഹു കൊടുത്തൊരു അംഗീകാരം സമയത്തിലും സ്ഥലത്തിലും. വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്നിടത്ത് സ്വഹീഹ് മുസ്ലിമിലുണ്ടല്ലോ ഹദീസ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്നിടത്ത് ആദ്യം പറഞ്ഞത് ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി അലൈഹിസ്സലാം പിറന്നത് എന്നാണ്. ഇതിനെ കണ്ണടച്ച് ഇരട്ടാക്ക എന്ന് പറയുന്നത് വളരെ വലിയ ധാർഷ്ട്യത്തിന്റെ ഒരു പ്രകടനമാണ്. അത് മതനിഷേധം എന്ന് തന്നെ പറയേണ്ടി വരും.
പരിശുദ്ധ പ്രമാണങ്ങൾ ഇത്രയും കൃത്യവും വ്യക്തവുമായി വരച്ചു കാണിച്ച് കാലങ്ങളോളം പൂർവസൂരികൾ കൊണ്ടുനടന്ന ഇസ്ലാമിക ആദർശത്തിലെ വലിയ നാഴികക്കല്ലുകളായ അമലുകളെ പുച്ഛഭാവത്തോടുകൂടെ കണ്ടുകൊണ്ടതിനെ പരിഷ്കരിച്ച് പുറന്തള്ളുന്നവർ യഥാർത്ഥത്തിൽ മതത്തിന്റെ അകത്തു നിന്നും പുറത്തു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. മഹാന്മാരെ കുറിച്ച് പറയുന്നിടത്തും പരാമർശിക്കുന്നിടത്തും മൗലിദ് എന്നൊക്കെ പറയാറുണ്ട്. സാധാരണക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ബദർ മൗലിദ്, അതുപോലെ തന്നെ മുഹീദ്ദീൻ മൗലിദ്, അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്. ഇങ്ങനെ മൗലൂദ് എന്നുള്ള വാക്ക് കേൾക്കാത്തവരില്ല. ആ വാക്കിന് അർത്ഥം ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നാണ്. സാങ്കേതികമായ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഹാന്മാരെ പ്രകീർത്തിക്കുക, മദ്ഹ് ചെയ്യുക എന്നാണ്. ഈ ഒരു പ്രമേയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉപന്യാസത്തിന്റെ സമാരംഭത്തിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മൗലിദിന്റെ അടിസ്ഥാനം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും 5 കാര്യങ്ങളാണ്, 5 കണ്ടന്റുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. സമയമുണ്ടെങ്കിൽ പറയാം, ഒന്ന് വേഗം പറയാം. ഒന്നാമത്തെ കണ്ടന്റ്, ഈ മദ്ഹ് ചെയ്യല് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ മദ്ഹ് ചെയ്യൽ ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടോ? മദ്ഹ് ചെയ്തുകൊണ്ട് ആയത്തുകളുണ്ടോ? ഉണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഇതിന് അംഗീകാരം ഉണ്ടോ? ഉണ്ട്. നബി തങ്ങൾ ഏതെങ്കിലും മദ്ഹിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഖുർആനിന്റെയും ഹദീസിന്റെയും സ്വഹാബികളുടെ ഇജ്മാഇന്റെയും സമഞ്ജസമായ സമന്വയ രൂപമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം ഇതിന് എന്ത് പ്രാധാന്യം നൽകുന്നു? ഇസ്ലാമിക കർമ്മശാസ്ത്രവും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. സമയപരിമിതിയെ കണക്കിലെടുത്തുകൊണ്ട് വേഗം പറയാം. മണിക്കൂറുകളോളം ഇത് വിശകലനം ചെയ്യാൻ കഴിയും എന്ന തന്റെ ഇടത്തിലും ആത്മവിശ്വാസത്തിലും നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇസ്ലാമിക പ്രമാണത്തിന് ഒരിക്കലും മദ്ഹ് ചെയ്യൽ വിരുദ്ധമല്ല, നേരെ മറിച്ച് അത് സുന്നത്താണ്. ഇനി കേട്ടോളൂ, മഹാന്മാരെ മദ്ഹ് ചെയ്യൽ പദ്യത്തിലുമാവാം ഗദ്യത്തിലുമാവാം. ഇത് രണ്ടും നമ്മൾ കാണാറുണ്ട്. പദ്യത്തിലുമാവാം ഗദ്യത്തിലുമാവാം. ഭാഷ നിർബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ ഖുർആൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുള്ളത് മുഴുവനും ഗദ്യരൂപത്തിലാണ്. എന്തുകൊണ്ട്? വമാ അല്ലംനാഹു ശിഅർ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ഖുർആൻ പദ്യം അല്ല, അതുകൊണ്ട് ഗദ്യത്തിൽ പറയൂ. നമ്മൾ പാടുന്ന ബൈത്തുകൾ ഖുർആനിൽ കാണാത്തത് എന്താ? അല്ലെങ്കിൽ ബൈത്ത് രൂപത്തിൽ ഹബീബായ നബിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികൾ ഖുർആനിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഖുർആൻ പദ്യമല്ല, ഖുർആൻ കവിതയല്ല, അത് ഗദ്യത്തിലേ കാണൂ, അതുകൊണ്ടാണ്. പിന്നെ എവിടെ നിന്നാണ് മുസ്ലിമീങ്ങൾ പദ്യരൂപത്തിൽ പ്രകീർത്തനത്തിന്റെ കോർവകൾ കണ്ടെത്തിയത്? അത് തികച്ചും ഹദീസിൽ നിന്ന് തന്നെയാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ചട്ട തുറന്നിട്ട് മറ്റേ ചട്ടയിലേക്ക് അതിന്റെ 100 കണക്കിന് 1000 വരുന്ന പേജുകൾ ഇങ്ങനെ മറിച്ചു വരുമ്പോൾ എത്ര പ്രകീർത്തന കാവ്യ ശകലങ്ങളാ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ അതര കുസുമങ്ങളിൽ നിന്നും പ്രവാചക പ്രകീർത്തനങ്ങളായി പൊഴിഞ്ഞു വീണത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ കീർത്തനങ്ങൾ മുസ്ലിം ലോകം അവലംബിക്കുന്നത് അത് പദ്യരൂപത്തിലുള്ളത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആദ്യമായി തന്നെ ഒന്ന് പറയട്ടെ, ഇബാദത്ത് നമ്മൾ ചെയ്യുമ്പോൾ 2 വിധത്തിലാണ് ഇബാദത്തിന്റെ മാനദണ്ഡം നാം മനസ്സിലാക്കാം. ഇബാദത്ത് 2 വിധമാണ് ഉള്ളത്. ചിലതിന് മതത്തിൽ കൃത്യമായ രൂപവും കോലവും പറഞ്ഞിട്ടുള്ളതാണ്, ചിലതിന് രൂപവും കോലവും പറഞ്ഞിട്ടില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ രൂപവും കോലമുള്ളത് കസ്വലവാത്തിൽ ഖംസി, 5 വഖത്ത് നിസ്കാരം പോലെ. അതിന് കൃത്യമായ രൂപമുണ്ട്, കോലമുണ്ട്, ഷർത്തുണ്ട്, ഫർളുണ്ട്, നേരമുണ്ട്. അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. 14 ഫർളുകൾ ശാഫിഈ മദ്ഹബിലുണ്ട്, 5ഓളം ഷർത്തുകളുണ്ട്. അതിങ്ങനെ ഒത്തുചേരുമ്പോഴ ഒരു ഫർള് നിസ്കാരം അതിന്റെ കൃത്യമായ രൂപത്തിൽ വരിക, അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ ചെയ്യണം. എന്നാൽ ഹജ്ജും അതുപോലെ തന്നെ, ഉംറ അതുപോലെ തന്നെ, ഇങ്ങനെ പല അമലുകൾ, നോമ്പ് കൃത്യമായ രൂപവും കോലവും വചിക്കപ്പെട്ടിട്ടുള്ളതുണ്ട്. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ മറ്റ് ചില ഇബാദത്തുകൾ പറഞ്ഞിട്ടുണ്ട്, അതിന് രൂപമില്ല, കോലമില്ല. ഉദാഹരണം, ദീൻ ദഅവത്ത് ചെയ്യല് രൂപമില്ല, കോലമില്ല, എങ്ങനെയുമാവാം. അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള ദീനിൽ വിരോധമില്ലാത്ത ഏത് വഴിയിലുമാവാം. ഇൽമു പഠിക്കല് രൂപവും കോലവും പ്രത്യേകം പറഞ്ഞിട്ടില്ല, ദീനിൽ അംഗീകാരമുള്ള ഏത് വഴിയിലുമാവാം, രൂപവും കോലവും പറഞ്ഞിട്ടില്ല. അതുപോലെ രൂപവും കോലവും പറയാത്ത ഒരു അമലാണ് മഹാന്മാരെ മദ്ഹ് ചെയ്യൽ. പിന്നെ എന്തിനാ തർക്കിക്കുന്നത്? രൂപവും കോലവും ഇല്ലാത്ത ഒരുപാട് അമലുകളുണ്ടല്ലോ. ഇങ്ങനെ മദ്ഹ് ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ മഹാന്മാർ കൈകാര്യം ചെയ്തതായി കാണാൻ കഴിയുന്നു. ഞാൻ കൃത്യമായി തന്നെ പറയുന്നു, മഹാനായ ഇമാം ഷർവാനി രേഖപ്പെടുത്തുന്നതായി കാണാം, സയ്യിദുൽ ബക്കരി ഇആനത്തിലും കുറിക്കുന്നതായി കാണാം. ഇന്ന അസ്ല അമിലൽ മൗലൂദി
ഇന്ന അസ്ല അമലിൽ മൗലിദ് അല്ലദീ ഹുവ ഇജ്തിമാഉ الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك. മൗലൂദിന് ശറയിൽ എന്താ ബന്ധം എന്നാ ചോദിച്ചത്. മൗലൂദിന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്, അതിന്റെ സാങ്കേതിക അർത്ഥാണ് ഈ പറഞ്ഞത്, മൗലൂദിന്റെ ഇബാറത്താണ് ഈ പറഞ്ഞത്. എന്താണ് ഇതിന്റെ നിർവചനം? ഖുർആനിന്റെയും ഹദീസിന്റെയും പിൻബലത്തോടുകൂടെ വിശ്വാസയോഗ്യമായ ചരിത്രങ്ങളിലൂടെയും ഖബറുകളിലൂടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള നബി കീർത്തനങ്ങളെ പ്രകീർത്തിക്കാൻ വേണ്ടി ജനങ്ങൾ സംഗമിക്കുന്ന സംഗമത്തിൽ ആ കീർത്തനത്തിന്റെ ആത്മീയമായ ചിന്തയിലും വിചാരത്തിലും ആത്മീയമായ പരിവേഷത്തിലും നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ സംഗമിച്ച് പ്രാർത്ഥനയോടുകൂടെ പിരിഞ്ഞ് അവസാനം നബി കീർത്തനത്തിന്റെ ശേഷം ഒരു മധുര വിതരണവും കഴിഞ്ഞ് ജനങ്ങൾ സംഗമിക്കുന്ന ഈ രീതിയെ പ്രായോഗികമായി പറയാം മൗലിദ് എന്ന്. ഇതിനെക്കുറിച്ച് മഹാനായ ഇമാം ശർവാനി ശാഫിഈ മദ്ഹബിന്റെ ഏറ്റവും പ്രധാന ഗ്രന്ഥമായ തുഹ്ഫയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുക എന്നത് മിനൽ ബിദഇൽ ഹസനത്തില്ലതി യുസാബു അലൈഹാ സാഹിബുഹാ, ഇത് ചെയ്യുന്നവർക്ക് കൂലി കിട്ടുന്ന ബിദഅത്തുൻ ഹസനയാണ്. ബിദഅത്ത് എന്ന് പറഞ്ഞ തള്ളിക്കളയാനാണെങ്കിൽ ഇന്ന് ഒരാൾക്ക് നല്ലൊരു ഡ്രസ് ഇടാൻ കഴിയില്ല. പുതിയതെന്നേ അതിനർത്ഥമുള്ളൂ, പരിഷ്കരിക്കപ്പെട്ടതെന്നേ അതിനർത്ഥമുള്ളൂ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതെന്നേ അതിനർത്ഥമുള്ളൂ. ഇത് ബിദഅത്തുൻ ഹസനയാണ്. ബിദഅത്തുൻ ഹസന സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിദഅത്തുൻ ഹസനയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന വിശാലമായ പള്ളിയുടെ 2 തട്ട് ബിദഅത്തുൻ ഹസനയാണ്. റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? 2 നില പള്ളി പണിതിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതോ ബിദഅത്തുൻ ഹസനയാണ്. മൗലിദിനെയും ഇസ്ലാമിക സംസ്കാരത്തിലെ പലതിനെയും പുച്ഛിച്ചുകൊണ്ട് ശിർക്കിന്റെ മുദ്രകുത്തി കുഫറിന്റെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്ന പരിഷ്കർത്താക്കളും എല്ലാ മാസത്തിലും ദ്വൈവാരികകളും മാസികകളും അവരുടെ സ്ഥാപനങ്ങളുടെ വാർഷികങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ബിദഅത്താണ്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതെന്നേ അതിനർത്ഥമുള്ളൂ. ബിദഅത്താണ്. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ ഏതെങ്കിലും ഒരു ഇന്നർ ബനിയനും ഒരു കള്ളിത്തുണിയും ഒരു തോർത്തും ഉപയോഗിച്ച രൂപത്തിൽ നിന്നും ലിനന്റെ ക്ലോത്ത് സ്റ്റാർച്ച് ചെയ്ത് തേച്ച് ഉപയോഗിച്ച് നല്ല പളുവെളുപ്പിൽ നടക്കുന്നുണ്ട്. ബിദഅത്താണ്. ഒരു മാറ്റം, അത്രേ അതിനർത്ഥമുള്ളൂ. അത് ബിദഅത്തുൻ ഹസന, കൂലി കിട്ടുന്ന ബിദഅത്താണെന്ന് മഹാനായ ഇമാം ശർവാനി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിനെ ബിദഅത്ത് എന്ന് പറഞ്ഞ് തള്ളാനുള്ളതല്ല, ഇത് ബിദഅത്തുൻ ഹസനയാണ്. ഇത് ഇസ്ലാമിക സ്ഥാനമുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മൗലിദിന്റെ അടിസ്ഥാനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രധാനമായും നമ്മുടെ ചർച്ച കടന്നു പോകുന്ന പ്രധാന കണ്ടന്റ് ഖുർആന്റെ അംഗീകാരം ഉണ്ടോന്നാണ്. ഖുർആന്റെ അംഗീകാരം എമ്പാടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പ്രകീർത്തനം ഖുർആനാ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഴമുള്ള മൗലിദിന്റെ വചനം പരിശുദ്ധമായ ഖുർആന പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഖലമിന്റെ ആദ്യത്തെ 4-5 ആയത്തുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകീർത്തനാണ്. അത്രയും വലിയ മദ്ഹ് ഒരു സൃഷ്ടിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് സൃഷ്ടാവ് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ മദ്ഹ് അതായത് ഖുർആനിന്റെ വരികൾ ആയതുകൊണ്ടാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കില്ല എന്ന് എപ്പോഴും പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രവാചകത്വ നിയോഗത്തിന്റെ നിബന്ധനയിൽ പാടില്ലാത്ത പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒരു നബിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തത്. 1 ഭ്രാന്ത്, 2 വെള്ളപ്പാണ്ട്, 3 കുഷ്ഠം. അതൊരു നുബുവത്തിന്റെ നിബന്ധനയിൽ പാടില്ല എന്ന് പറയപ്പെട്ടു പോയ കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇകഴ്ത്താനും പ്രത്യേകിച്ച് ഈ 3-ൽ ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥ ഉദ്ധരിച്ചുകൊണ്ട് ഒരാളുടെ നേരെ ഒരു സമൂഹം വിരൽ ചൂണ്ടിയാൽ അദ്ദേഹം പറയാൻ പോകുന്ന നുബുവത്തിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ വചനങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ ധ്വനികൾ സമൂഹം അംഗീകരിക്കാൻ പ്രയാസം വരേണ്ടി വരും. അതുകൊണ്ട് നബിയിൽ ചിത്തഭ്രമമുണ്ട്, ഭ്രാന്തുണ്ട് എന്ന് ആരോപിക്കലും ആ നബിയുടെ നേരെ അത് പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടലും ആ നബിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരിക്കലും കൊടുക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുള്ള ആ പ്രയാസത്തിൽ ക്രൂശിക്കപ്പെടുമ്പോ ആ നബി എത്രത്തോളം വേദനിക്കും. അങ്ങനെ വേദനിച്ചിരുന്നു. ഇന്നക ലമജ്നൂൻ എന്ന് പറഞ്ഞുകൊടുത്ത് സയ്യിദുനാ റസൂലുള്ളാഹി ഒന്നുകൂടി മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചിരുന്നു. എല്ലാരും പറഞ്ഞു ഭ്രാന്താണ്, ഭ്രാന്താണ്, ഭ്രാന്താണ്. വേദനിക്കും, മനസ്സ് വല്ലാതെ നൊന്തു. ഏറ്റവും വലിയ ഇകഴ്ത്തിയോടത്ത് സമാധാനിപ്പിക്കൽ ആദ്യം വേണ്ടത്. സമാധാനിപ്പിക്കലിന് ശേഷം അല്ലാഹു തആല പരിഹാരമായി സന്തോഷിപ്പിക്കാൻ ഏറ്റവും വലിയ പുകഴ്ത്തൽ അതിന്റെ മറുവശത്ത് നടത്തി എന്നത് ഉദ്ധരിക്കുന്ന സൂറത്തുൽ ഖലമിന്റെ 1 മുതൽ 6 കൂടിയ ആയത്തുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മദ്ഹ് അന്ന് അങ്ങനെ ആ വാക്കുകളിൽ സംഭവിച്ചു എന്ന്
സഹൽ ഫൈസി അല്ല പറഞ്ഞത്, സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഫസ്സിറുകൾ സൂറത്തുൽ ഖലമിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നതായി കാണാം. എന്താ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ ആത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون نون والقلم وما يسطرون. അള്ളാഹു പടച്ച കലമിനെ തന്നെയാണ് സത്യം, കലമിൽ പിണഞ്ഞുണ്ടായ അക്ഷരലിപികളെ തന്നെയാണ് സത്യം. നബിയേ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേക്ക് ഒരിക്കലും ചിത്തഭ്രമമില്ല നബിയെ, അങ്ങ് ഭ്രാന്തനല്ല നബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അവരെ ഇകഴ്ത്തിയതിൽ ആദ്യം സമാധാനിപ്പിക്കൽ അള്ളാന്റെ വാക്കുകളിൽ വന്നു. അങ്ങേക്ക് ഭ്രാന്തില്ലാട്ടോ, സമാധാനായി, അങ്ങേക്ക് ഭ്രാന്തില്ലല്ലോ. പിന്നെയോ വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ, ഇവരിങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങേക്ക് നിലയ്ക്കാത്ത ഒരു പ്രതിഫലത്തിന്റെ പ്രവാഹം തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് നബിയെ. ഒന്നുകൂടി സന്തോഷായി, വലിയ കൂലി അങ്ങേക്ക് കിട്ടതിന്റെ പേരില് ഇവര് പറഞ്ഞോട്ടെ. പിന്നെ പറഞ്ഞു സൂറത്തുൽ ഖലമിന്റെ 4-ാമത്തെ ആയത്ത്, ഏറ്റവും വലിയ പ്രകീർത്തനം വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും മഹോന്നതമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് അങ്ങ്. ഇത് മദ്ഹ് ചെയ്യലല്ലേ? ഏറ്റവും വലിയ ഒരു മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അങ്ങ് എന്ന് പരിശുദ്ധ ഖുർആൻ ആ ആയത്തിനെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. വൽ മഅന, ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നക അലൽ ഖുലുഖില്ലദീ അമറകല്ലാഹു ഫിൽ ഖുർആൻ, ഖുർആനിനെ പ്രായോഗികമായി അവതരിപ്പിച്ച ജീവിതമാണ് അങ്ങയുടേത് എന്നതാ പറഞ്ഞതിനർത്ഥം. ഈ പറഞ്ഞ വാചകമുണ്ടല്ലോ, വഹാദാ അഅ്ലമു മദ്ഹിൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഈ പ്രപഞ്ചത്തിൽ പ്രകീർത്തിച്ചിട്ടുള്ള വചനങ്ങളിലെ ഏറ്റവും വലിയ പ്രകീർത്തനം ഈ ആയത്താണ്. ഏത് ആയത്ത്? സൂറത്തുൽ ഖലമിന്റെ 4-ാമത്തെ ആയത്ത്. ശേഷം പറയുന്നത് ഭ്രാന്ത് ആർക്കാണെന്ന് പിന്നീട് കാണാട്ടോ എന്നതാണ്. അപ്പൊ ഖുർആൻ ഇത് അംഗീകരിച്ചു, ഖുർആൻ ഇത് പറഞ്ഞു, ഖുർആൻ ഇത് അംഗീകരിച്ചു, ഖുർആൻ ഇത് പറഞ്ഞു. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ എത്രയാ പാടിയത്. ഗദ്യരൂപത്തിൽ ഖുർആനിലുണ്ടെങ്കിൽ പദ്യരൂപത്തിൽ ഹദീസിലുണ്ട്. എത്രയോ ഹദീസുകൾ, ഡസൻ കണക്കിന് ഹദീസുകൾ. ഒരു ഹദീസ് പറയാം, സ്വഹീഹുൽ ബുഖാരി. ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇബ്നു ശിഹാബിൻ അന്നൽ ഹൈസം ഇബ്നു അബി സിനാൻ അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു في قصصه يذكر النبي صلى الله عليه وسلم يقول إن أخا لكم لا يقول الرفث يعني به عبد الله بن رواحة. സ്വഹാബികൾ അങ്ങനെ ഇരുന്നുകൊണ്ട് നബിയെ പ്രകീർത്തിക്കാണ്. അങ്ങനെയുണ്ടല്ലോ, നബിയുടെ മദ്ഹ് മാത്രമേ പറയാനുള്ളൂ. റസൂലുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. സ്വഹാബത്ത് വട്ടമിട്ടിരുന്നു കൊണ്ട് നബി പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രിന്റിൽ അച്ചടിച്ചു വന്നത് സ്വഹാബികളുടെ കാലത്തിലില്ല, അതുകൊണ്ട് ഇത് പാടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഉണ്ടോ ഒരു പ്രമാണം? നമ്മൾ ഈ ഇന്ന് കാണുന്ന ക്രോഡീകൃത രൂപത്തിൽ ഇത് ഇങ്ങനെ അന്നുണ്ടായില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ എന്തൊക്കെ കളയേണ്ടി വരും. ഖുർആനിലും ഹദീസിലും നോക്കിയിട്ടാണ് ഒരാളുടെ വാപ്പാരാണെന്ന് തീരുമാനിക്കുക. ഓരോന്ന് മനുഷ്യർ വിളിച്ചു പറയുമ്പോൾ എത്രമാത്രം ബോധത്തിൽ നിന്നുകൊണ്ടാ പറയുന്നതെന്ന് കൂടി ആലോചിക്കണ്ടേ. ഹബീബിന്റെ സ്വഹാബികളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറയുടെ റോള് വന്നു. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വാഗ്ദോരണികളിൽ ഒന്ന് കടമെടുക്കേണ്ടി വന്നു. ഇന്ന അഖല്ലക്കും ലാ യഖൂലു റഫസ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ യഅനി ബിഹി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹയെ ഞാൻ ഓർക്കട്ടെ.
അന്ന് മഹാനവറുകൾ ജീവിച്ചിരുന്നപ്പോൾ പാടിപ്പോയത് വെറുതെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്താ അന്ന് അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന മഹാനായ സ്വഹാബി മുഅ്തത്തിന്റെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പതാകയെ കയ്യിലേന്തി എത്രയോ വെട്ടേറ്റുകൊണ്ട് ഷഹീദായ അബ്ദുല്ലാഹ് ബിൻ റവാഹ എന്ന മഹാൻ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചു. അതിനെ അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാ സദസ്സില്. ആരാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? അബൂ ഹുറൈറയ്ക്ക് ഹദീസ് പഠിപ്പിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഹബത്തിലൂടെ തിരുവചനങ്ങൾ കൈമാറാൻ കഴിഞ്ഞു എന്ന മഹാഭാഗ്യം. എല്ലാം മറക്കാണ് നബി, എന്ത് ചെയ്യും? സഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്, മറക്കൂല മോനെ, നിന്റെ തട്ടൻ, നിന്റെ കർച്ചീഫ് നീ ഒന്ന് വിടർത്തിയേ, തലപ്പാവ് ഒന്ന് വിടർത്തി ശൂന്യതയിൽ നിന്നും എന്തോ ഒന്നിനെ എടുത്തു കൊടുത്ത് അതിൽ വെച്ചു കൊടുത്ത പോലെ അതിനെ ഒന്ന് ചുരുട്ടിപ്പിടിച്ചോ എന്ന് ഇങ്ങനെ ഒരു സന്തോഷിപ്പിക്കൽ. ഒന്നും എടുത്തത് കണ്ടൂല, ഒന്നും വെച്ചതും കണ്ടില്ല. വിടർത്തി വെച്ച തലപ്പാവിന്റെ തുണിശീലയുടെ അകത്തേക്ക് റസൂലുള്ള ശൂന്യതയിൽ നിന്നും എന്തോ ഒന്ന് വെച്ചു, ഇനി നീ കൂട്ടിപ്പിടിച്ചോ, മറക്കൂല എന്ന് ഖാല റസൂലുള്ളാഹി. മാ നസീതു ബഅദ ദാലിക ശൈഅ, അതിനുശേഷം ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത അബൂ ഹുറൈറയ്ക്ക് ഓത്ത് പഠിപ്പിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. മഹാനവറുകൾ അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ റവാഹ അന്ന് പാടിയത് ഞാൻ പാടട്ടെ. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫും من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقالت بالمشركين المضاجع. അങ്ങനെ ഈ സലൽ ഇങ്ങനെ പാടി വരും, പറയാതെ പാടിപ്പോകും. സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയത്തി വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു. യത്ലൂ തലാ യത്ലൂ, ഏകാന്തതയിലെ പാരായണം. ഞങ്ങളിൽ ഒരു നബിയുണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ അനുഗ്രഹീത വചനങ്ങളെ ഏകാന്തതയിൽ പാരായണം ചെയ്യുന്ന നബിയാ മുഹമ്മദ് മുസ്തഫ. എപ്പോ? ഉസസിന്റെ ഉദയനേരം, തഹജ്ജുദിന്റെ നേരം. ഇത് പതിവാ. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടന്നുറങ്ങുന്ന കട്ടിലുകൾ വീർപ്പുമുട്ടുമ്പോ ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ആയിഷ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പുതപ്പ് തട്ടിമാറ്റിയിട്ട് വന്നുകൊണ്ട് നിസ്കരിക്കുന്ന നബിയാ മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ തങ്ങൾ പാടി, സ്വഹാബത്ത് ഏറ്റുപാടി. സഹീഹുൽ ബുഖാരി എവിടെയുണ്ട്? മുസ്ലിം ഉമ്മത്തിന്റെ പ്രമാണങ്ങളിൽ ഖദ് ഇത്തഫഖ അയിമ്മത്തുനാ അലാ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് പദ്യ പോട്ടെ, ഖന്തക്കിന്റെ കിടകീറ നമ്മളൊക്കെ ഇങ്ങനെ തടി പിടിക്കുമ്പോ എന്തൊക്കെയോ ഇങ്ങനെ പറയും. എന്താ? ആ ഭാരം അറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ. ഖന്തക്കിന്റെ കിടങ്ങ് കീറിയപ്പോൾ വയറ്റില് കല്ല് വെച്ച് കെട്ടി ഇമാം ഷൗക്കാനി രേഖപ്പെടുത്തുന്നുണ്ട്. ഭാരമായിരുന്നു. ഭാരമറിയാതിരിക്കാൻ പാടാൻ തുടങ്ങി. സ്വഹാബത്ത് പാടാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു പാടാൻ തുടങ്ങി. ഈ പാടൽ അവിടെ ഉള്ളതാ. അത് പ്രകീർത്തനത്തിന്റെ വാഗ്ദോരണികളായി ഉദ്ധരിക്കപ്പെട്ടത് പ്രമാണങ്ങളിലുള്ളതാ. ഇത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാ. ഇത് പരിശുദ്ധ ഖുർആന്റെ അംഗീകാരമുള്ളതാ. ഒരായത്ത് പറയാം. സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്, അത്ഭുതങ്ങളുടെ കലവറയായത്ത്. ഈ ആയത്ത് കേട്ടാൽ സ്വലാത്ത് ചൊല്ലല് ഒരു പുണ്യമാണ്. കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സല്ലല്ലാഹു.
ആയത്ത് അവസാനിച്ചത് സ്വലാത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ടാ. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു മുഖദ്ദിമ പറഞ്ഞുകൊണ്ടാ ഒരു നിയമം വരുന്നത്. മുഖദ്ദിമ ഒരു ആയത്തിൽ വന്നിട്ട് നിയമം ശേഷം വരുന്നത് വേറെ എവിടെയുമില്ല. ഈ ഇടയിൽ യാ അയ്യുഹല്ലദീന ആമനു കൊടുക്കൽ കുറവാ ഖുർആനിൽ തീരെയില്ല എന്ന് പറയാം. അല്ല ചെയ്യുന്നു, മലക്കുകൾ ചെയ്യുന്നു എന്നൊരു സംഘത്തെ പരിചയപ്പെടുത്തിയിട്ടാ അല്ല ചെയ്യുന്നത്. ഇബാദത്തെല്ലാം റബ്ബ് കൽപ്പിച്ചെങ്കിലും സ്വലാത്തിനുള്ളൊരു രീതി ഇല്ലതിലൊന്നിലും. ആദ്യം അവൻ ഏറ്റെടുത്തൊരു കാര്യമാ, പിന്നീടവന്റെ അംലാക്ക് ചെയ്തൊരു കർമ്മമാ, പിന്നാണവൻ നമ്മോടതും കൽപ്പിച്ചത്. ഇതുപോലെ പറയാൻ ഏത് അമലാ ഉള്ളത്? സ്വലാത്തല്ലേ പറഞ്ഞു. ഈ സ്വലാത്ത് തന്നെയാണ് ഈ മൗലിദ്, സ്വലാത്ത് തന്നെയാണ് മദ്ഹ്. യുസല്ലൂൻ അയ്യതനൂന ബിൽഹാരി സർസനിഹി വതഅലീമി സനിഹി. ഹബീബിനെ പരിഗണിക്കുന്നു. യഅതനൂൻ യഅതനാ യഅതനി പരിഗണിക്കുന്നു, നബിയെ പരിഗണിക്കുന്നു. അല്ലാഹു ആ പരിഗണന നമ്മോട് വേണം. എങ്ങനെ പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു. അല്ല ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ബിമഅനൽ ഹാൽ യുസല്ലൂൻ. അല്ലാഹു എന്നോ ചെയ്തു എന്നല്ല. അല്ലാഹു ഈ ഏറ്റെടുക്കൽ, നബിയെ ഏറ്റെടുക്കൽ, പരിഗണിക്കൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴേ തുടങ്ങിയതാ? അല്ലാഹു ഖദീമ. എപ്പ തുടങ്ങിയെന്ന് പറയാൻ പറ്റൂല, എപ്പ നിർത്തുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക. റബ്ബ് എപ്പോഴാ അവസാനിക്ക എന്നതിന്റെ അറ്റവുമില്ല, എപ്പോഴാ തുടങ്ങിയത് എന്നതും അറിയൂല. അപ്പൊ എപ്പോഴോ ഉണ്ട്. യുസല്ലൂൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളയും മലക്കുകളും സംഘ ഒരു മജ്ലിസ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. എന്തൊരു വിളിയാണിത്! 136 പ്രാവശ്യം 124 ആയത്തുകളിലൂടെ പറഞ്ഞ പേരാണ് സയ്യിദുനാ മൂസ. അല്ലാഹുവിന്റെ ഖുർആനിൽ 124 ആയത്തുകളിലൂടെ 136 പ്രാവശ്യം ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ മഹാൻ സയ്യിദുനാ മൂസ. ഒറ്റ സ്ഥലത്തും ഖുർആനിൽ അയ്യുഹ ചേർത്തുകൊണ്ട് മൂസ നബിയെ വിളിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേരാ സൂറത്ത് ഇബ്രാഹിം. 69 സ്ഥലത്ത് ഇബ്രാഹിം നബിയുടെ പേര് ഖുർആൻ പറഞ്ഞു. ഒരൊറ്റയിടത്തും ഇബ്രാഹിം നബിയെ അയ്യുഹ കൊണ്ട് അല്ലാഹു വിളിച്ചില്ല. ആകാശത്തിന്റെ ചുവട്ടിൽ അവന്റെ സൃഷ്ടി അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ താടനങ്ങളിലെ അല്ലാഹു തെരഞ്ഞെടുത്ത വ്യക്തിത്വമായ ഇബ്രാഹിം നബി മിനാ താഴ്വാരത്തിൽ പൊന്നുമോന്റെ കണ്ടനാളം പച്ചന വെട്ടി മുറിക്കുമ്പോ ആ പരീക്ഷണത്തിൽ മഹാനവറുകൾ ഏറ്റെടുക്കേണ്ടി വന്ന ദൗത്യ പൂർത്തീകരണത്തിന്റെ സാക്ഷാത്കാരത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ അല്ലാഹു ആ പരീക്ഷണത്തെ പറഞ്ഞത് ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അതൊരു വല്ലാത്ത പരീക്ഷണ, മോനെ സ്വന്തം കൈകൊണ്ടിറക്ക എന്നത്. ആ പരീക്ഷണം വിജയിച്ച ഇബ്രാഹിം നബിയെ മിനാ താഴ്വരയിൽ ജിബ്രീൽ വിളിച്ചു. അല്ലാഹുവിന്റെ പ്രഖ്യാപനം വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അവിടെയും അയ്യുഹ കൊണ്ട് അല്ല വിളിക്കാത്ത വിളി സ്വലാത്ത് ചൊല്ലാൻ നബി കീർത്തനത്തിന് വേണ്ടി സത്യവിശ്വാസികളെ വിളിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ. സുന്നി എന്നല്ല വിളിച്ചത്, മുഅ്മിൻ ഈമാനുള്ളവനെ വിളിച്ചത്. ഈമാൻ തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിക്കണേ, ആലോചിച്ച് നോക്കണേ. ഈ രീതിയിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും അംഗീകാരങ്ങൾ ഇങ്ങനെ വരാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന സ്വഹാബിയാണല്ലോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിയെ പ്രകീർത്തിക്കുന്ന മദീനയുടെ ആസ്ഥാന കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ പാടലിന് നിബിതങ്ങളുടെ ഒരു വിമർശനം വന്നിട്ടില്ല. മൂപ്പരുടെ ജോലി അത് തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ദുആ കൊടുക്കുക ചെയ്തത്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ലിഹസ്സാൻ മിംബറൻ ഫിൽ മസ്ജിദി യഖൂമു അലൈഹി ഖായിമൻ യുഫാഖിറു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാഫിഖ്. നബിയെ കുറിച്ച് പ്രകീർത്തിച്ച് പാടുന്ന സ്വഭാവമായിരുന്നു ഹസ്സാൻ. റസൂലുള്ളാഹിക്ക് ഇഷ്ടായിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഹസ്സാന് വേണ്ടി പാടാൻ അംഗീകാരത്തിന്റെ ഒരു പീഠം, ഒരു മിമ്പർ പണിതു സയ്യിദുനാ റസൂലുള്ളാഹി. പഠിക്കോന്ന് പറഞ്ഞു. കേട്ടോളൂ. അങ്ങനെ പാടുക മാത്രമല്ല, പ്രവാചക പുങ്കവരുടെ ദുആ കൂടി ഹസ്സാന് കിട്ടി. ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി മാ നാഫഖ ഔ ഫാഖറ അൻ റസൂലില്ലാഹി. അള്ളാന്റെ റസൂലിനെ പ്രകീർത്തിക്കുന്ന കാലത്തോളം ജിബ്രീലിനെ കൊണ്ട് ഹസ്സാന്റെ ശബ്ദ പേടകത്തിന് നീ കരുത്തു പകരണേ അല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ഇതിൽ കൂടുതൽ എന്താ മദ്ഹിനെ പറയാ? മറ്റു സാലിഹീങ്ങളെ പ്രകീർത്തിക്കുന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. KL 31-6-51-41 കാറ് ഒന്ന് മാറ്റി കൊടുക്കണം. ആകെ ബ്ലോക്കാണ് അവിടെ. ഇൻഷാ അല്ലാഹ് ഈ കാറോടമ ആരാണെങ്കിലും ഒന്ന് വേഗം മാറ്റി കൊടുക്കുക. ബ്ലോക്ക് വന്നിരിക്കുന്നു വഴിയിൽ. ഇൻഷാ അല്ലാഹ് സ്വഹാബികളെയും സാലിഹീങ്ങളെയും പ്രകീർത്തിക്കുന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടിരുന്നിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഖാലിദ് ഇബ്നു ദക്വാൻ തങ്ങൾ പറയുന്നു, റുബൈഅ ഇബ്നു മുഅവ്വിദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുവായ ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇരിക്കുന്നിടത്ത് കയറിയിരുന്നു, അവരുടെ ഒപ്പം ഇരുന്നു. فجلس على فراشي كمجلسك مني فجعلت جويريات لنا يضربن بالدف ويندبن من قتل من آبائهن يوم بدر. ആ സമയത്ത് കല്യാണത്തിന്റെ പിറ്റേ ദിവസം ആഘോഷ ആരവങ്ങളിൽ ചെറിയ ചെറിയ പെൺകുട്ടികൾ ദഫടിക്കുന്നു. മുത്തുനബി വരുമ്പോൾ അവരിങ്ങനെ ദഫടിച്ച് പാടാ. എന്തുബുന, അവർ പ്രകീർത്തിച്ചു പാടുന്നു. മരിച്ചുപോയവരുടെ നല്ല ഗുണം പാടി പാടി മരിച്ചുപോയവരുടെ നല്ല ഗുണം പാടി പാടി ദഫടിക്കുന്നു പെൺകുട്ടികൾ. സഹീഹുൽ ബുഖാരി. ആരെ കുറിച്ചാ പാടുന്നത്? ബദറിൽ ഷഹീദായ 14 സ്വഹാബികളെ കുറിച്ച്, ബദരീങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നബി തങ്ങൾ കയറി വന്നത്. കയറി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി യശല് മാറ്റി അവള് പാടാൻ തുടങ്ങി. നബിയെ കുറിച്ചായി ഇനി പ്രകീർത്തനത്തിന്റെ വരികൾ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട റസൂലുള്ളാഹ് കേട്ടുകൊണ്ട് വന്നത് ബദരീങ്ങളെ പ്രകീർത്തിക്കുന്നതാ, ബദറിലെ ഷഹീദായ സ്വഹാബികളെ പ്രകീർത്തിക്കുന്നതാ. ഇത് കേട്ട നബി തങ്ങൾ അവിടുത്തെ പ്രകീർത്തിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ലാ തഖൂലി ഹാകദാ, മോളെ എന്നെ ഇപ്പൊ പ്രകീർത്തിക്കല്ലേ, നിർത്തല്ല ഇത്. ശേഷം പറഞ്ഞു, വഖൂലി മാ ഖുൽതി തഖൂലിൻ, ഞാൻ വന്നപ്പോ പാടി അങ്ങോട്ട് തുടർന്ന് പാടട്ടെ. ഖാല റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ കുറിച്ച്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയെന്ന് റസൂലുള്ളാഹി കേട്ടു, വഴിയിൽ വെച്ച് കണ്ടു. ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ ഹദീസ് കാണാം. ചോദിച്ചു, ഹസ്സാനെ നീ എന്തോ ഒന്ന് എന്റെ സിദ്ദീഖിനെ കുറിച്ച് പാടിയെന്ന് കേട്ടല്ലോ, എന്താ നീ പാടിയത്? ഖുൽ ഹത്താ അസ്മഅ, ഞാൻ കേൾക്കട്ടെ ഒന്ന് പാടിയേന്ന്. ഖാല റസൂലുള്ളാഹി. ഹസ്സാൻ അങ്ങ് പാടാൻ തുടങ്ങി. വസാനിയസനൈനി ഫിൽ ഗാരിൽ മുനീഫി വഖത്താഫൽ അദൂ ബിഹി ഇസ്സഅദൽ ജബല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ഖലായിഖ് ലം യുദിൽ ബിഹി ബദലാ. ഹബീബായ നബിയുടെ കൂടെ ഹിജ്റയുടെ തീഷ്ണമായ പരീക്ഷണങ്ങളിൽ, കൊടും ചൂടിൽ, കൊടുംകാട്ടിൽ, ഏത് വരൾച്ചയിലും ചേർന്ന് നിന്നുകൊണ്ട് ശ്വസന നിശ്വാസത്തിന്റെ വാഗ്വിലാസത്തിൽ അങ്ങുമിങ്ങും ശബ്ദിക്കുകയും അത് കേൾക്കുകയും സംഭാഷണം നടത്തിയ മൗനാവൃതമായ മുഖങ്ങളെ അബൂബക്കർ സിദ്ദീഖ്, ഹബീബായ നബിയെ ഹസ്സാൻ ഇബ്നു സാബിത്ത് അങ്ങ് പാടിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്കെന്താ ഹസ്സാനെ കിതാബ് തിരിയൂല, ഇതൊക്കെ ശിർക്കല്ലേ, പാടല്ലേ, നിർത്തൂ എന്നല്ല പറഞ്ഞത്. പിന്നാരെ നിബിധങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചു. ഇമാം ഹക്കീമിന്റെ മുസ്തദറക്കിൽ ഈ ഹദീസ് കാണാം. പിന്നെ ചിലര് പറഞ്ഞു മദ്ഹ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ഒരു ഹദീസിലുണ്ട്, അത് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുത്തിറൂനി കമാ അത്റത്തിൻ നസാറ ബിൻ മറിയം. മറിയം ബീവിയുടെ മകൻ ഈസ നബിയെ നസാറാക്കൾ പ്രകീർത്തിച്ച പോലെ തന്നെ പ്രകീർത്തിക്കണ്ട. അവർ പ്രകീർത്തിച്ചപ്പോ മഹാനായ അല്ലാമ ബദറുദ്ദീൻ അൽ ഐനി അൽ ഹനഫി തങ്ങൾ ഉംദത്തുൽ ഖാരിയിൽ ബുഖാരിക്ക് വ്യാഖ്യാനം കൊടുത്തു. അവരെന്ന് പ്രകീർത്തിച്ചപ്പോ പറഞ്ഞിരുന്നത് ഈസ നബിയെ പ്രകീർത്തിച്ച് അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞു. അത്ര ആക്കണ്ട. എന്നെ കേരളത്തിൽ ആരെങ്കിലും റസൂലുള്ളാഹിനെ അള്ളാന്റെ മോനാണെന്ന് പറയുന്നുണ്ടോ?
അങ്ങനെ പ്രകീർത്തിക്കല്ലേ, അങ്ങനെ പ്രകീർത്തിക്കല്ലേ. അതിന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, അൽ ഇത്റാഉ മുബാലഗത്തും ഫിൽ മദ്ഹി ബിൽ ഫസാദ്. മതത്തിൽ യോജിക്കാത്ത രീതിയിലുള്ള പ്രകീർത്തന വാക്കുകൾ കൊണ്ട് റസൂലുള്ളാഹിനെ കയറി അള്ളയാണെന്ന് പറയാം, അങ്ങനെയൊന്നും ആരും പറയുന്നില്ലല്ലോ. അങ്ങനെയുള്ള വാക്കുകൾ ഈസ നബിയിൽ ഈശ്വരത്വം കൽപ്പിച്ചവർ കൽപ്പിച്ച പോലെ എന്നിൽ കൽപ്പിക്കരുതെന്ന് ഒരു ഉപദേശം സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാതെ മൗലൂദ് കഴിക്കരുതെന്നല്ല അതിനർത്ഥം. അതിന് മൗലൂദ് കഴിക്കല്ല എന്നല്ല അതിനർത്ഥം. നബി കീർത്തനങ്ങൾ എമ്പാടും വേണം. അതുകൊണ്ട് കിട്ടുന്നൊരു കാവല് വലുത് തന്നെയാ. നമ്മൾ എങ്ങനെയൊക്കെ തർക്കിച്ച് അവസാന ആയുസിന്റെ അറ്റത്തെ അസർ കഴിഞ്ഞ് ഇതേ അവസാനിക്കാൻ നമ്മൾ തീരാനാവുമ്പോ ബോധ്യമായിട്ട് കാര്യമല്ല, തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ബോധ്യമായിട്ട് കാര്യമല്ല. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനം വേണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും മാറുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർഖും വബ ഇവ ഒക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദ് നീങ്ങുവാനുതകുന്നതാ. കള്ളന്റെ ശല്യമില്ലാതിരിക്കണോ? മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അദ്ദേഹത്തിന്റെ അൽ വസായിലു ഫീ ശർഹി ശമാഇൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. 14 നേട്ടങ്ങളുണ്ട് മൗലൂദ് ഓതുന്നവർക്ക്. 14 നേട്ടം എന്റെ വകയല്ല. മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ അൽ വസായിലു ഫീ ശർഹി ശമാഇൽ എന്ന് പറയുന്ന കിതാബ് എന്റെ കയ്യിലുണ്ട്, എടുത്തു നോക്ക്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ മോശക്കാരനല്ലല്ലോ. മഹാനവറുകൾ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാ. മദ്ഹ് കൊണ്ട് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം, ആ മദ്ഹ് നടക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ആവരണം ചെയ്യും, മലക്കിന്റെ സാന്നിധ്യം. രണ്ടാമത്തെ നേട്ടം, അള്ളാന്റെ കാരുണ്യം ഉണ്ടാകും. മൂന്നാമത്തെ നേട്ടം, പ്രകാശത്തിന്റെ മാല ചാർത്തപ്പെട്ട മലക്കുകളുണ്ട്. സയ്യിദന ജിബ്രീൽ, സയ്യിദന മീകായിൽ, സയ്യിദന ഇസ്രാഫീൽ, സയ്യിദന ഖർബായിൽ, സയ്യിദന ഐനായിൽ, പിന്നെ അർശിന്റെ ചുറ്റിലുമുള്ള മഹാന്മാരായ കറൂബീയങ്ങളായ മലക്കുകൾ, അവർ വന്ന് പങ്കെടുക്കുന്നവരുടെ പങ്കാളിത്തമാണ് മൂന്നാമത്തെ നേട്ടം. നമ്മുടെ വീട്ടിൽ വരുന്നായി പറഞ്ഞത്. നാലാമത്തെ നേട്ടം, ഫൈന്നഹും യുസല്ലൂന അലാ മാ കാന സബബൻ ലിഖറാഅത്തി മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദ് ഓതാനുള്ള കാരണം എന്താണ് നിയ്യത്താക്കിയത്, അത് നടപ്പാവാൻ അവർ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ നേട്ടം, വരൾച്ച ഇല്ലാതാകും. ആറാമത്തെ നേട്ടം, മാരക രോഗങ്ങൾ ഇല്ലാതാകും. ഏഴാമത്തെ നേട്ടം, തീ പൊള്ളലില്ലാതെയാകും. എട്ടാമത്തെ നേട്ടം, ആപത്ത് മുസീബത്തുകൾക്ക് കാവല. ഒമ്പതാമത്തെ നേട്ടം, അള്ളാന്റെ കോപം എടുത്തു മാറ്റപ്പെടും. പത്താമത്തെ നേട്ടം, അസൂയാലുവിന്റെ അസൂയ ഫലിക്കില്ല. 11ാമത്തെ നേട്ടം, കണ്ണീറിന് കാവലാണ്. 12ാമത്തെ നേട്ടം, കള്ളന്റെ ശല്യത്തിൽ നിന്നും കാവലാണ്. 13ാമത്തെ നേട്ടം, ഫൈദാ മാതഹു ഹവ്വനല്ലാഹു അലൈഹി ജവാബ മുൻകരിൻ വനകീർ. 13ാമത്തെ നേട്ടം, ഖബറിലെത്തിക്കഴിഞ്ഞാൽ മുൻകറും നക്കീറും ചോദിക്കുമ്പോൾ ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം പറയാൻ നാവ് വഴങ്ങി വരും. 14ാമത്തെ നേട്ടം, വകാന ഫി മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് മഹോന്നതമായ പദവി നൽകും. അല്ലാഹു മൗലിദ് കൊണ്ട് കിട്ടുന്ന എല്ലാ നേട്ടങ്ങളിലും എത്താൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പ്രകീർത്തനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് എത്തിപ്പെടാനുള്ള സമയത്തിന്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അതുകൊണ്ട് നബി പ്രകീർത്തനങ്ങൾ റബീഉൽ അവ്വൽ 12 തീരലല്ല. ഈ റബീഉൽ അവ്വലിൽ നമ്മൾ അങ്ങ് തുടങ്ങാണ്. ആയുസ്സിന്റെ ഏറ്റവും വലിയ ആവേശമായി, പ്രേരണയായി, പ്രചോദനമായി കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹലാലായ മുറാദുകൾ ഹസ്സലാക്കണേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുറാദുകൾ ഹസ്സലാകാൻ വേണ്ടി പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സഹോദര സമുദായത്തിലെ സഹോദരൻ ഉൾപ്പെടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസ്സലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടുപോയ ഭർത്താവിനും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാനും അല്ലാഹു അവരുടെ മരണപ്പെട്ടുപോയ ഭർത്താവിന് മഗ്ഫിറത്ത് നൽകുക അല്ലാഹ്. പല മൗതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരടക്കം എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, മൗലിദിന്റെ കാര്യങ്ങളിലേക്കും മറ്റും സംഭാവന തരുന്ന സഹോദരങ്ങളിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്.
റാഹത്ത് നൽകണേ അല്ലാ. നിബിദിന പരിപാടികൾ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. മഹലിൽ ഒരുപാട് സഹോദരങ്ങൾ രോഗം കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാവർക്കും നീ ആശ്വാസം നൽകണേ അല്ലാ. അള്ളാഹുവെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് മൗലിദിന്റെ ഭക്ഷണത്തിലേക്കും മറ്റും സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. പടച്ച റബ്ബേ, ഹലാലായ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി വഖഫിന്റെ വസ്തുവിലേക്ക് 5000 രൂപ ഒരു സഹോദരി തന്നിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.